ഏതായാലും ഇവിടെ നിന്ന് ഒരു സമ്മിശ്ര പ്രതികരണമാണ് ഉള്ളത്. അമേരിക്കൻ ജനത ഏകദേശം 59.5 അല്ലെങ്കിൽ ഏകദേശം 60% പബ്ലിക് ഈ ഒരു യുദ്ധത്തിനോട് താല്പര്യം കാണിക്കുന്നില്ല. എന്നാൽ എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്, കഴിഞ്ഞ 40 വർഷമായിട്ട് ഇറാനിൽ ഒരു വളരെ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു, ഒരു ഗവൺമെന്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്, ഫ്രീഡം ഇല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ടിട്ട് ഇറാനിയൻ ജനത തന്നെ മജോറിറ്റി ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അമേരിക്ക വന്ന് അറ്റാക്ക് ചെയ്ത് അല്ലെ ആരെങ്കിലും വന്ന് അറ്റാക്ക് ചെയ്ത് ഈ അഡ്മിനിസ്ട്രേഷനെ തള്ളിക്കളയണം അല്ലെങ്കിൽ പറഞ്ഞു വിടണം എന്നുള്ള ഒരു തീഷ്ണമായ ആഗ്രഹം ഇറാനിയൻ ജനതയ്ക്ക് തന്നെ ഉണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും. ഏതായാലും യുദ്ധം ഒന്നിനും പരിഹാരമാണ് എന്ന് ഞാൻ പറയുന്നില്ല. കാരണം 1350ഓളം ജീവൻ പൊലിച്ചു കളഞ്ഞു. അതോടൊപ്പം വേറൊരു കമന്റ് കൂടെ അല്ലെങ്കിൽ ഒരു അനലിസ്റ്റ് ഒബ്സർവേഷൻ കൂടി ഇവിടെ ഉള്ളത്, അമേരിക്കൻ ജനത ഇതിനെ വെറുക്കാനുള്ള ഒരു കാരണം യുദ്ധത്തിനുള്ള ഒരു കോസ്റ്റ് ആണ്. കാരണം ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഗവൺമെന്റിൽ വന്നത് ഇനി ഒരു യുദ്ധത്തിലേക്ക് വെളിയിലേക്കില്ല. ഇറാഖിൽ പോയി മണ്ടത്തരം കാണിച്ചു, അഫ്ഗാനിസ്ഥാനിൽ പോയി മണ്ടത്തരം കാണിച്ചു, ലിബിയയിൽ കാണിച്ചു. അങ്ങനെ നമ്മൾ ട്രില്യൺസ് ഓഫ് ഡോളർ അമേരിക്കയുടെ വേസ്റ്റ് ആയി. ആ ഡോളേഴ്സ് ഒക്കെ ഇവിടെ യൂസ് ചെയ്യേണ്ടതാണ്, അമേരിക്കക്കാരുടെ പണമാണ് എന്ന് പറഞ്ഞ് ഭരണത്തിൽ വന്ന പ്രസിഡന്റ് ഇപ്പോഴത്തെ ഇതിനെയൊത്ത് പറയുകയാണെങ്കിൽ ഏകദേശം $900 million ആണ് ഒരു ദിവസത്തെ യുദ്ധത്തിന്റെ കോസ്റ്റ് ഇവിടെ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അത് ഡയറക്റ്റ് കോസ്റ്റ് ആണ് എങ്കിൽ ഗ്യാസ് പ്രൈസ് ഇവിടെ ഓൾറെഡി 50% കൂടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഖത്തറിന്റെ ചില കോട്ടടിച്ച് പറയുകയാണെങ്കിൽ അവരെ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ യുദ്ധം ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് $150 വരെ ബാരലിന് വന്നേക്കാം എന്നുള്ളൊരു ഇൻഡിക്കേഷനും പറയുന്നുണ്ട്.